ഇനി പി ഒ ഗൈഡ് പാർട്ട് 1 തുടങ്ങുവാണ്. പി ഒ ഗൈഡ് പാർട്ട് 1 എ എന്ന് പറഞ്ഞ് എഴുതിയിരുന്ന ഓർഗനൈസേഷൻ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എങ്ങനെ ആ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് ആദ്യം പറയുന്നത് ഞാൻ ഇംഗ്ലീഷിലുള്ള വേർഡ്സ് പറഞ്ഞിട്ടാണ് അർത്ഥം പറയുന്നത്. അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പി ഒ ഗൈഡ് ഒക്കെ വായിച്ച് അല്ലെങ്കിൽ പോസ്റ്റൽ മാനുവൽ വോളിയൊക്കെ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിലും കൂടെ പറഞ്ഞു പോകാൻ നല്ലതായിരിക്കും. അതിനകത്ത് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അണ്ടറിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് വരുന്നത്. അതൊരു ചോദ്യവുമാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ഉത്തരം മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ദ പോസ്റ്റൽ സർവീസ് ബോഡി ഇസ് ദ അപ്പെക്സ് മാനേജ്മെൻറ്റ് ബോഡി ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റ് അപ്പെക്സ് മാനേജ്മെൻറ്റ് ബോഡി ഏതാണ് ചോദിച്ചാൽ പോസ്റ്റൽ സർവീസ് ബോർഡ്, പി എസ് ബി ആണ് നമ്മുടെ ഇന്ത്യ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പെക്സ് മാനേജ്മെൻറ്റ് ബോഡി. അപ്പെക്സ് മാനേജ്മെൻറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ ഭരണസിരാ കേന്ദ്രം എന്നർത്ഥം. സെക്രട്ടറി ടു ദ ഗവൺമെൻറ് ഈസ് ദ ചെയർമാൻ ഓഫ് ദ പോസ്റ്റൽ സർവീസ് ബോർഡ്. പി എസ് ബിയുടെ ചെയർമാൻ ആര്? സെക്രട്ടറി ടു ദ ഗവൺമെൻറ് അല്ലെങ്കിൽ സെക്രട്ടറിയാണ് പോസ്റ്റൽ സർവീസ് ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അണ്ടറിലാണ്. പി എസ് ബി ആണ് ഭരണസിരാ കേന്ദ്രം. ആ പി എസ് ബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. പിന്നെ പറയുന്നത് ഇറ്റ് കംപ്രസിസ് ദ ചെയർമാൻ ആൻഡ് 6 മെമ്പേഴ്സ്. ഇറ്റ് കംപ്രസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റൽ സർവീസ് ബോർഡ് കംപ്രസിസ് ദ ചെയർമാൻ ആൻഡ് 6 മെമ്പേഴ്സ്. ചെയർമാൻ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ടു ദ ഗവൺമെൻറ്, അതായത് സെക്രട്ടറി ടു ദ ഗവൺമെൻറ്റും 6 മെമ്പേഴ്സും ചേർന്നതാണ് പി എസ് ബി എന്ന് പറയുന്നു. ദർ ആർ 2 പോസ്റ്റ്, ഡയറക്ടർ ജനറൽ ആൻഡ് അഡീഷണൽ ഡയറക്ടർ ജനറൽ അണ്ടർ ദ പോസ്റ്റ് ഓഫ് സെക്രട്ടറി ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്. സെക്രട്ടറിയുടെ അണ്ടറിൽ ഡയറക്ടർ ജനറൽ എന്നും അഡീഷണൽ ഡയറക്ടർ ജനറൽ എന്നും പറഞ്ഞ 2 പോസ്റ്റ് ഉണ്ട്. ഡി ജി, എ ഡി ജി. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പഠിച്ചിരിക്കാം. പിന്നെ ദ 6 മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ്, അതായത് പറഞ്ഞല്ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൻ്റെ ഭരണസിരാ കേന്ദ്രം പി എസ് ബി ആണ്. അതിനകത്ത് ചെയർമാൻ സെക്രട്ടറിയാണ്. സെക്രട്ടറിയും പ്ലസ് 6 മെമ്പേഴ്സും കൂടെ ചേർന്നതാണ് ഈ പി എസ് ബി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് ആ 6 മെമ്പേഴ്സ്? അത് നമ്മളൊന്ന് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ ഓപ്ഷൻ ഇട്ടൊക്കെ ചോദിക്കാം. താഴെ പറയുന്നതിൽ ഏതാണ് ഈ പി എസ് ബിയുടെ 6 മെമ്പേഴ്സിൽ പെടുന്നത് അല്ലെങ്കിൽ പെടാത്തത്? അപ്പം ആ 6 മെമ്പേഴ്സിനെ പറയുമ്പോഴാണ് പേഴ്സണൽ 1, 2 ഓപ്പറേഷൻസ്, 3 ടെക്നോളജി, 4 പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, 5 ബാങ്കിങ് ആൻഡ് ഡി ബി ടി, 6 പ്ലാനിങ് ആൻഡ് HRD. അങ്ങനെ 6 മെമ്പേഴ്സ്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊരു കോഡുണ്ട്. കോഡെന്ന് പറഞ്ഞാൽ മെമ്മറി കോഡ് PPP ബോട്ടെന്ന്. PPP ബോട്ടെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 6 മെമ്പേഴ്സിനെ പഠിച്ചിരിക്കാം. P ഫോർ പേഴ്സണൽ, P ഫോർ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, P ഫോർ പ്ലാനിങ് ആൻഡ് HRD, 3 P ആയി ബോട്ട്, B ഫോർ ബാങ്കിങ് ആൻഡ് ഡി ബി ടി, O ഫോർ ഓപ്പറേഷൻസ്, T ഫോർ ടെക്നോളജി. ഇതിൻ്റെ ഈ 6 പേരുകൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരേ ഒരു പണി. അല്ലാതെ എന്തുവാന്ന് മനസ്സിലാക്കേണ്ട കാര്യം നമുക്കില്ല. ഓരോന്നും ഓരോ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ 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 ദ അഡീഷണൽ സെക്രട്ടറി ആൻഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് ആർ ദ പെർമനൻറ്റ് ഇൻവൈറ്റീസ് ടു ദ ബോർഡ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആ ഒരു ബോർഡുണ്ടല്ലോ പി എസ് ബി, ആ ഒരു പി എസ് ബിയിലേക്കുള്ള സ്ഥിരം ക്ഷണിതാക്കൾ, പെർമനൻറ്റ് ഇൻവൈറ്റീസ്, സ്ഥിരം ക്ഷണിതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അഡീഷണൽ സെക്രട്ടറിയും ഫിനാൻഷ്യൽ അഡ്വൈസറും. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 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 ഇത്രയാകുമ്പോഴത്തേക്ക് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് പോർഷൻ തീർന്നു. അടുത്തത് ഗവേണൻസ് സിസ്റ്റമാണ്. ഗവേണൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ തരംതിരിവുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൂപ്രണ്ട്, ASP, IP എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ. അതുള്ള സർക്കിൾ, റീജിയൻ, ഡിവിഷൻ, സബ് ഡിവിഷൻ അങ്ങനെയുള്ള തരംതിരിവുകളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഹോൾ കൺട്രി ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻറ്റു 23 പോസ്റ്റൽ സർക്കിൾസ്. ഫോർ പ്രൊവൈഡിങ് പോസ്റ്റൽ സർവീസസ് ദ ഹോൾ കൺട്രി ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻറ്റു 23 പോസ്റ്റൽ സർക്കിൾസ്. 21 പോസ്റ്റൽ സർക്കിളുകളായിട്ട് ഈ പോസ്റ്റൽ സർവീസിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഒട്ടാകെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഈ സർക്കിള്, റീജിയൻ, ഡിവിഷൻ, സബ് ഡിവിഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പം ഒരു ഭരണം തന്നെ ഇങ്ങനെ തരംതിരിക്കത്തില്ലേ? ഇപ്പം രാജ്യം, പിന്നെ സംസ്ഥാനം, ജില്ല, അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റൽ സർവീസ് ഇങ്ങനെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ
തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ 23 സർക്കിളുകളായിട്ട് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഈച്ച് ഓഫ് ദീസ് സർക്കിൾസ് ഈസ് ഹെഡഡ് ബൈ പ്രിൻസിപ്പൽ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓർ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ. ഇനി നമുക്ക് ഈ തരംതിരിവുകൾ ഏതൊക്കെയാണെന്ന് പറയണം. അതായത് സർക്കിൾ, റീജിയൻ, ഡിവിഷൻ, സബ് ഡിവിഷൻ, അതും പറയണം. പിന്നീട് ഓരോ തട്ടും ആരാണ് ഹെഡ് ചെയ്യുന്നത് പറയണം. സർക്കിൾ ആരാണ് ഹെഡ് ചെയ്യുന്നത്, റീജിയൻ ആരാണ് ഹെഡ് ചെയ്യുന്നത്, ഡിവിഷൻ ആരാണ് ഹെഡ് ചെയ്യുന്നത്, സബ് ഡിവിഷൻ ആരാണ് ഹെഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചോദ്യവും ഇതിനകത്ത് വരും. അപ്പം ഓരോ സർക്കിളുകളും ഹെഡ് ചെയ്യുന്നത് CPMG അല്ലെങ്കിൽ പ്രിൻസിപ്പൽ CPMG. പിന്നെ ഈച്ച് സർക്കിൾ ഈസ് ഫർദർ ഡിവൈഡ് ഇൻടു റീജിയൻസ് ഹെഡഡ് ബൈ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ആൻഡ് ഹെഡ് ക്വാർട്ടർ റീജിയൻ ബൈ പ്രിൻസിപ്പൽ CPMG ഓർ CPMG. ഓരോ സർക്കിളുകളും റീജിയനുകളായിട്ട് തിരിക്കപ്പെട്ടിരിക്കുന്നു. ഈ റീജിയനെ ഹെഡ് ചെയ്യുന്നത് PMG ആണ്, പോസ്റ്റ് മാസ്റ്റർ ജനറൽ, ആൻഡ് ഹെഡ് ക്വാർട്ടർ റീജിയൻ ബൈ പ്രിൻസിപ്പൽ CPMG ഓർ CPMG. അതായത് സർക്കിളിനെ പല റീജിയനായിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇതിനകത്ത് ഓരോ റീജിയനും ഹെഡ് ചെയ്യുന്നത് PMG ആണ്. പക്ഷേ ഹെഡ് ക്വാർട്ടർ റീജിയൻ, ഈ പല റീജിയൻസ് ഉണ്ട്. ആ റീജിയനിൽ ഒരു ഹെഡ് ക്വാർട്ടർ റീജിയൻ ഉണ്ട്. ആ ഹെഡ് ക്വാർട്ടർ റീജിയനെ ഹെഡ് ചെയ്യുന്നത് PMG അല്ല, ഡയറക്റ്റ് ഈ സർക്കിളിൻ്റെ ഹെഡായ പ്രിൻസിപ്പൽ CPMG അല്ലെങ്കിൽ CPMG ആണ് ഈ ഹെഡ് ക്വാർട്ടർ റീജിയനെ ഹെഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാ റീജിയനും, ഒരു സർക്കിളിൻ്റെ കീഴിൽ ബാക്കി എല്ലാ റീജിയനും PMGകളാണ് ഹെഡ് ചെയ്യുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. റീജിയൻസ് ഡിവൈഡ് ഇൻടു ഫീൽഡ് യൂണിറ്റ്സ് കാൾഡ് ഡിവിഷൻസ്. അതായത് റീജിയനെ പിന്നെ ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഡിവിഷനുണ്ട്? പോസ്റ്റൽ ഡിവിഷനുണ്ട്, RMS ഡിവിഷനുണ്ട്. പോസ്റ്റൽ ഡിവിഷൻ ഹെഡ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ, സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് അല്ലെങ്കിൽ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ്. RMSൻ്റെ സെയിം SRM അല്ലെങ്കിൽ SSRMS, സൂപ്രണ്ട് ഓഫ് RMS. ഡിവിഷൻസ് ഡിവൈഡ് ഇൻടു സബ് ഡിവിഷൻസ് ഹെഡഡ് ബൈ അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓർ ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റ്. അതായത് ഡിവിഷനെ പിന്നെ സബ് ഡിവിഷനായിട്ട് തിരിച്ചിരിക്കുന്നു. ASP ഹെഡ് ചെയ്യും അല്ലെങ്കിൽ IP ഹെഡ് ചെയ്യും. ASP ഹെഡ് ചെയ്യുന്നത് വലിയ സബ് ഡിവിഷന്, IP ഹെഡ് ചെയ്യുന്നത് ചെറിയ സബ് ഡിവിഷന്. ബിസൈഡ്സ് ദീസ് 23 സർക്കിൾസ് ദർ ഈസ് അനദർ സർക്കിൾ കാൾഡ് ബേസ് സർക്കിൾ ടു ക്യാരി ദ പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻസ് നീഡ്സ് ഓഫ് ദ ആർമഡ് ഫോഴ്സസ്. അതായത് ഈ 23 സർക്കിൾ കൂടാതെ ഒരു സർക്കിളും ഉണ്ട്, ബേസ് സർക്കിൾ. ബേസ് സർക്കിൾ എന്ന് പറയുമ്പോഴേ ഊഹിക്കണം, അത് ആർമി ഈ ഫോഴ്സിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു സർക്കിളാണ്. The base circle is headed by an additional director general in the rank of major general as headquarters in New Delhi. അതായത് ബേസ് സർക്കിളിനെ, ഇപ്പം നമ്മൾ നമ്മുടെ അല്ലാതുള്ള സർക്കിളിൻ്റെ ഹെഡിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ബേസ് സർക്കിളിനെ ഹെഡ് ചെയ്യുന്ന ആരാണ്? അഡീഷണൽ ഡയറക്ടർ ജനറൽ. ആ അഡീഷണൽ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് മേജർ ജനറലിൻ്റെ റാങ്കിലുള്ള ഒരാളായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ബേസ് സർക്കിൾ ഹെഡ് ചെയ്യുന്ന ആരാണ്? അഡീഷണൽ ഡയറക്ടർ ജനറൽ. അദ്ദേഹത്തിൻ്റെ റാങ്ക് എന്ന് പറയുന്ന മേജർ ജനറൽ പദവിയുള്ള ഒരാളായിരിക്കണം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വെച്ച് ഞാൻ നിർത്തുവാണ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം.